മല മവയില്ല കുറേ നാളുള്ള മരിക്കൂ കാലി 700-800 അത്രമേ വർഷമില്ല കാലി മരിക്കൂ അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ഇബാദത്ത് ഞാൻ വേറെ വിഷയത്തിന് പോകണ്ടില്ല. അപ്പോൾ നാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കല്ലേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ചിട്ട് കൽബ് പൂർണ്ണമായും ദീനിൽ സ്ഥിരപ്പെട്ടെങ്കത്തെ അടിമകളെ ക്യാപ്റ്റനായിരിക്കരുത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. الصلاة والسلام عليك يا سيدنا يا حبيبنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد. الله سبحانه وتعالى നാല് സദസ്സ് കബൂലാക്കുമാരാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് കിട്ടെങ്കത്തെ മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമാരാകട്ടെ. പരിശുദ്ധവും പാവനവുമായ റമദാൻ ഞങ്ങൾക്ക് ആഗമനായ ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റജബ് അല്ലാഹു നമുക്ക് എത്തുവാട്ടിയ വിളിച്ചാവല്ലേ ഇത് അല്ലായാലും ഞാൻ വെറുവിടാറില്ല. റജബ് അല്ലാഹു എത്തുവാട്ടിയ ഷഅബാൻ അല്ലാഹു എത്തുവാട്ടിയ ബറാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എത്തുവാട്ടിയ അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിനെ സംബന്ധിച്ച് ചൊന്നരെന്തരെ റജബുൻ ഷഹറുല്ലാഹ് അള്ളാഹുടെ തിങ്കൾ. ബാക്കി പോകണം തിങ്കൾ അള്ളാഹുടെ തിങ്കളല്ലേ. ബാക്കി പോകണം തിങ്കൾ പിന്നെ ആര് തിങ്കൾ? അത് റജബ് മഹത്വം കൊടുത്തിട്ട് ചൊന്നര് റജബ് അള്ളാഹുടെ തിങ്കളുണ്ട്. അള്ളാഹു പ്രത്യേകമായി അള്ളാഹുടെ തിങ്കളുണ്ട് ചൊന്ന തിങ്കളാമ്പത്തു ആ തിങ്കളിൽ ബറാബരി അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നിഅമത്തും എല്ലാം ചൊരിച്ചു തണ്ട. ജന്നാമന്ത് ചൊന്തു ഷഅബാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു റജബു ഷഹറുല്ലാഹ്. ജന്നാമത്തേത് ഷഅബാനു ഷഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിങ്കൾ. അത് പിന്നെ ചൊല്ലുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിങ്ങളുണ്ടാകുമ്പോൾ നബി തങ്ങ പിന്നെ അള്ളാഹു പിന്നെ നോക്കുകയില്ല അല്ലേ. ഹബീബ് ഇഷ്ടപ്പെട്ടതുണ്ടാകുമ്പോൾ പിന്നെ അള്ളാഹു ബാരിക്കോരിതുണ്ടാകും. പിന്നെ മൂന്നാമത്തേത് റമദാനു ഷഹറു ഉമ്മത്തി ഉമ്മത്തിങ്ങയുള്ള തിങ്കളായിരിക്കത് റമദാന്. അപ്പോൾ റമദാന് അള്ളാഹുടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഉമ്മത്തിന് തിങ്കളാമത്തു നബി തങ്ങൾക്ക് യാറെ ഇഷ്ടം ഈ ഉമ്മത്ത് എന്തെങ്കിലും കൊടുക്കുന്നതല്ലേ അല്ലേ. നബി തങ്ങൾ എന്തായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വന്തം ആവശ്യത്ത്
വലിയൊരു ടെൻഷൻ ആക്കിയിട്ടില്ല. ഈ ഉമ്മത്തിക്ക് എന്തെങ്കിലും കിട്ടിയ ലാഭത്തെ വിഷയത്തിൽ മാത്രം. അപ്പോൾ അള്ളാഹു വഴിയുണ്ടു നബി തങ്ങൾക്ക് കുസ്തി അവിടെ ഉമ്മത്തിങ്ങൾക്ക് ഭയങ്കര ആക്കിയെങ്കിൽ മാത്രം. അതുകൊണ്ട് പിന്നെ റമദാൻ ചൊല്ലുകയില്ല. അള്ളാഹു ബറാബരി ചോദിച്ചു തന്നെ നബി തങ്ങൾക്ക് കുസ്യാവട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും അള്ളാഹുബേനായി ഇബാദത്തെടുക്കുക മാത്രം സൃഷ്ടിക്കപ്പെട്ടെങ്കത്തെ അടിമയാണ്. വഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുബേനായി ഇബാദത്തെടുക്കുക മാത്രം ഉദ്ദേശിച്ച് സൃഷ്ടിക്കപ്പെട്ടെങ്കത്തെ അടിമങ്ങായിട്ടിക്കണം ഞങ്ങളല്ല. ഞങ്ങളുടെ കുറേ ആട്ടുപോട്ടാക്കോ വന്നങ്ങ എന്തോ അല്ല. ഞങ്ങളെ ഇപ്പോൾ ഒരു ഷോപ്പുണ്ട് നാദാനി, അത് കുറച്ച് സ്വറത്തെ ഒരാൾ ನಾನು നിപ്പാട്ടിലെ 8 ಗಂಟೆ നേരം സ്വറാക്കണം. ആ മനുഷ്യന് സ്വറാക്കില്ല അല്ലേ? 8 ಗಂಟೆಲಿ അര ಗಂಟೆ സ്വറാക്കില്ല. ഞങ്ങൾ വിക്രമാ വർത്തില്ല അപ്പമേ സ്വറാക്കത്താലെന്ന് വെറുതെ നമ്മൾ കൊടുക്കണം. ഞങ്ങൾ വെറുതെ വേറെ പണിയില്ലേ അല്ലേ? ഞങ്ങൾക്ക് അല്ലാഹു കാത്തും ആരോഗ്യവും സമ്പത്തും എല്ലാം അല്ലേ? അത് ഇത് ചൊല്ലുകൊണ്ടാ ചൊന്നെങ്കിൽ തീരാത്തത്ര നിഅമത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നറ. ഇതെല്ലാം തന്നിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് എന്തിലേക്ക് ഇബാദത്തെടുക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രം പണിയാക്കില്ല. വെറുതെ തിന്നിട്ട് വെറുതെ കുടിക്കല്, വെറുതെ ശ്വസിക്കല്, വെറുതെ കൂടെ എല്ലാം ഉപയോഗിക്കൽ. അല്ലാണ്ട് ഞങ്ങളെ ഉദ്ദേശിച്ചെങ്കത്തെ പണി ഞങ്ങൾ ആക്കില്ല. അങ്ങനെ അള്ളാഹു അർഹമുറാഹിമീനായിട്ടിക്ക. അർഹമുറാഹിമീനായ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ എത്ര ഇതായെങ്കിലും പിന്നെ ഇതെല്ലാം നല്ലവാറ് ഇപ്പം എല്ലാം പിന്നെ നല്ലവാറ് ചെന്നിട്ട് ചാൻസ് തണ്ട ബറാബരി ചാൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തണ്ട. അങ്ങനെ ചാൻസ് ഓരോ വർഷവും ധാരാളം ചാൻസ് അള്ളാഹു തണ്ട. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചാൻസ് ആയിരിക്കും റജബ്. അത് തീന്ത് അല്ലേ? റജബ് തീന്ത്. പിന്നെ ഷഅബാനും തീരെ കായണ്ടുണ്ട് അല്ലേ? ഇനി പിന്നെ എന്തില്ലേ? റമദാൻ ಬಂದೆಂಗಂದ್ರವ സമാജമുണ്ട് നിരിച്ചിട്ടിപ്പ കാത്തോണ്ടുള്ള അതും ഞങ്ങളെ ബിസിൽ അവിടെ അത് മുങ്ങി പോയും പോയിട്ട് അല്ലേ? അള്ളാഹു കാക്കട്ടെ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റ് ആയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാഅത്ത് ഞങ്ങൾക്ക് വേണു ചൊല്ലുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കത്തെ രീതിയിൽ പൂർണ്ണമായി ജീവിക്കുമോ ഞങ്ങൾക്ക് സാധ്യമായൊണ്ടുമില്ല. പിന്നെ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുവാച്ചുണ്ടെങ്കിൽ വേണ്ടത്ര ആയുസ്സുമില്ല. ഉണ്ടാ ആയുസ്സും ഭാരി കുറൂടി ഞങ്ങൾ ഒരു സ്റ്റോറി കേട്ടിട്ടില്ലേ? സയ്യിദുന നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തീർലിങ്ങനെ പോകുമ്പോൾ ഒരാൾ മലക്ക് നനഞ്ഞിട്ട് ഇബാദത്തെടുത്തോണ്ടു. ഫുൾ ചണ്ടി ആയതുകൊണ്ടായിരുന്നു. ഭയങ്കര മല വന്നുകൊണ്ട് ചണ്ടിയായിട്ട് അല്ലാഹു ഇബാദത്തെടുത്തോണ്ടുണ്ട്. അയാൾ മൈൻഡ് ആക്കില്ല. മല വേണ്ടത് വിഷയമേ പിടിയില്ല. അയാൾ കാലി ഇബാദത്താക്കിക്കൊണ്ടുണ്ട്. ഈസ നബി അലൈഹി ഇസ്ലാം നോക്കിയിട്ട് പോകണു. പിന്നെ ഈസ നബി അലൈഹി ഇസ്ലാം കുറേ നാൾ കഴിഞ്ഞ് പിന്നെ അവർക്ക് പറമ്പത്തു ഈ മനുഷ്യ ഇബാദത്തെടുത്തോണ്ടുണ്ട്. മലന്തില്ല, ഭയങ്കരമായ വെയിലിൽ ബറാബരി അയാൾ വെയിലൊന്നും പിടിയില്ല. അല്ല മെല്ലെ പോയിട്ട് ഈസ നബി അലൈഹി ഇസ്ലാം അയാൾ കേൾക്കില്ല, നിങ്ങൾക്കൊരു ചെറിയൊരു ടെൻറ്റാ ഒരു ജോപ്പടി എന്തെങ്കിലും കെറ്റെങ്കിൽ ഈ മലയുടെ തന്നെ പുള്ളതിരിക്കും വെയിൽ അടിക്കലേക്കും സുലാഭാവല്ലേ. അത് പൊട്ടിട്ട് അതിരെ അടിയിൽ നിങ്ങൾക്ക് റാഹത്തിലല്ലാഹു ഇബാദത്തെടുക്കൽ. നിങ്ങൾ എന്ത് നനഞ്ഞിട്ട് ചണ്ടിയായിട്ട് ഈ വെയിലിലെ സെക്കൽ വണങ്ങിയിട്ട് ഇബാദത്തെടുക്കലേ അല്ലേ? ഈസ നബി അലൈഹി ഇസ്ലാം വീട്ടിൽ കേക്ക് മറുസോക്കും. അപ്പോൾ ഈസ നബി അലൈഹി ഇസ്ലാമിട്ട് അയൽ ചൊല്ല ആൻസർ എന്തിനെങ്കിൽ നാൻ്റെ നിങ്ങളെ മുന്നോലത്തെ വന്ന പ്രവാചകന്മാർ ചൊന്നറാറ് നക്കായുസ് എത്തരാണ്ട്. മുന്നോലത്തെ വന്ന പ്രവാചകന്മാർ ചൊന്നറാറ് നിങ്ങൾ ഒരു 700 വർഷം ഇത്ര വർഷം നിങ്ങൾ ജീവിക്കിടാറ്. അതിനായിട്ട് യാറ് നിങ്ങൾ ജീവിക്കില്ല. അത്ര ആയിട്ടിക്കിടുന്ന ആയുസ് അത്രമേ ഉള്ളു നക്ക ആയുസ്. എത്രമേ 700 800 അത്രമേ നക്ക ആയുസ്സില്ല. ഇതിനിടയിൽ ഞാൻ ജോപ്പിടിയുള്ള കെട്ടുന്നൊക്കെ കൂടുണ്ട് ടൈം. ഇതിൽ ഞാൻ ടെൻറ്റ് ഇടുകളിൽ പോയെങ്കിൽ എൻ്റെ ആയുസ് വേസ്റ്റ് ആവിടല്ലേ?
അത് കഴിഞ്ഞ് ഞാൻ എന്തിനാക്കിയാ ചൊന്നെങ്കിൽ നിന്റെ ആയുസ് വേസ്റ്റ് ആവുത്തീറാ ചൊന്നിട്ട് മാല അവയില്ല കുറേ നാളുള്ള മരിക്കൂ കാലി 700-800 അത്രമേ വർഷമില്ല കാലി മരിക്കൂ അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ഇബാദത്ത് ഞാൻ വേറെ വിഷയത്തിന് പോണ്ടില്ല. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു നിങ്ങൾക്ക് ബറാബരി ആയുസ്സുണ്ട് ചില്ലറ ആയുസ ಏನೋರು ನಬಿ ಬರಗೊಂಡು ಅಶ್ರಫುಲ್ ಖಲ್ಕ್ ಸಯ್ಯಿದನ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾക്ക് ഒരു ഉമ്മത്തുണ്ട് അങ്ക് ആയുസ് കാല 60-70 ഇടയിൽ മാത്രം അത്രയും ആയുസ് അതിൻ്റെ ഏറെ പോകണില്ല പോയും പിന്നെ പേപ്പറിൽ പണ്ട് 100 വർഷം എന്നെ ഒരാൾ ബാക്കിയായിട്ട് ജയിച്ചിട്ടുണ്ട് നോക്കണമെന്നുള്ള നോക്കിയുള്ളൂ അല്ലേ 60-70 ഇടയിലായിട്ട് ഈ ഉമ്മത്തിൻ്റെ ആയുസ് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70 ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അത്രയും എനിക്ക് തോന്നുന്നു 60-70 ഇടയിലുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ആലോചിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിങ്ങളെ ആയുസ് 60-70 ഇടയിൽ നിങ്ങൾക്ക് ഇത്ര വർഷത്തെ ആയുസ് ഉണ്ടല്ലോ 100 കണക്കില്ല അങ്ങ് അത്രയുമേ ഇല്ല അയാളാ അജബൈത്ത് ഭയങ്കര അത്ഭുതമായിട്ട് അജബൈത്ത് കേൾക്കുന്നത് എന്തൊരു വിഷയം. അപ്പം അങ്ങ് തിന്നു കുടിക്കും എന്ത് പോലല്ലേ അങ്ങെന്തും ഇതാക്കല്ലേ എന്ത് സ്വർത്തവും പോലെ തിന്നവും പോലെ കുടിക്കവും പോലെ ഉറങ്ങും പോലെ അങ്ങ് ആയുസില്ലേ അത്തരത്തിലുള്ള ആയുസിലാണ് അങ്ങനെ സ്വർഗത്ത് വേണ്ടി ടൈമേ ഇല്ല പാവം. ഈസനെ വിളിച്ചതാണ് ചൊന്നു നിങ്ങൾക്ക് എന്തൊരു വിഷയപ്പെടി അങ്ങ് ബിസി ചെന്നെങ്കിൽ ബിൽഡിങ്ങുകളും ആകവും പാലേസും ഫ്ലാറ്റും കെട്ടി അതിരെ ചന്താക്കടേ അതിരെ മിന്നുവാട്ടേ അതിരെ ചെത്തരേ സമാക്കടേ പിന്നെയും സമാക്കടേ സമായത്തിനെ പൊലിച്ചിട്ട് പിന്നെയും സമാക്കടേ ഇങ്ങനെ കോമ്പറ്റീഷൻ ബിൽഡിങ്ങുകൾ ആകാ ഈ വിഷയത്തിൽ അവനൊരുത്ത കെട്ടിയെങ്കിൽ ഇപ്പുറത്തവൻ അതിന് ഡബിൾ കെട്ടിയെങ്കിൽ അതിന് അപ്പുറത്തവൻ അതിനുണ്ട് അപ്പുറത്തേത് ഇങ്ങനെ കെട്ട വിഷയത്തിൽ അങ്ങ് അതിലെ ബിസി ആ ആയുസ് ചുരുങ്ങിയ ആയുസ് ചൊന്നിട്ട് അങ്ങ് വിഷയം പിടിയേയില്ല നിങ്ങൾക്ക് എത്തി അങ്ങനെ ഒരു മഹാനവറുകൾ അദ്ദേഹത്തെ കാണുക ഒരാൾ പണ്ട് വരുമ്പത്തു അയാളുടെ തന്നിയുടെ എട ജാൽ വെച്ചത് ഞാൻ ചൊന്നിന് നനപ്പില്ല ഈ തന്നിയുടെ എട ജാലിൽ വെച്ചത് ആ വെച്ചെങ്കത്തെ ഇടത്തേക്ക് ബെയിൽ അടിച്ചുകൊണ്ടുണ്ട് നല്ല ബെയിൽ പോകുന്നുണ്ടുണ്ട്. അപ്പം ഈ മഹാൻ്റെ വന്നിട്ട് അതിൽ കേൾക്കിടുക അവിടെ ബെയിലടിച്ചുകൊണ്ടുണ്ടോ തന്നിലെന്ന് ഇടത്തിലെന്ന് തന്നിക്ക് നല്ല ബെയിലടിച്ചുകൊണ്ടു തെല്ലിപ്പറ തനാൽ വെച്ച ബെയിൽ പൂരല്ലായിരുന്നു തല്ലിയാണ്. അവ ഇമാമെന്തര ചൊല്ലേ നാനിവിടെ തന്നെയോട് ബേക്കുമ്പോൾ വെയിലൊന്നുമില്ലെന്ന് അപ്പോൾ തനാലേ എന്ത് ഇപ്പം പിന്നെ അതിൽ ഇപ്പറാക്കി പോകുന്ന അത്ര ടൈം വേസ്റ്റ് ആക്കും ഞാൻ ഉദ്ദേശിക്കില്ല അതിലകത്തിനാക്കില്ല അത് പോയിട്ട് ഇപ്പറാക്കും ടൈം വേസ്റ്റ് ആവുന്നൊക്കെ ഇപ്പം എടുക്കൊണ്ട് ഇവിടെ എലും പഠിപ്പാട്ടുണ്ട് അതിലിടയിൽ ആ ഇടത്തെ ഇതാക്കി അപ്പുറം വെക്കുക ഇപ്പുറം വെക്കുക അതല്ല നമുക്ക് ടൈം വേസ്റ്റ് അല്ലേ ദുനിയാവും അങ്ങ് ഫുൾ ടൈം അല്ലാഹു ഇബാദത്ത് ഇങ്ങനത്തൊരു ഇടയെടുത്തിട്ട് അഞ്ഞ് പോയി എത്ര നേരം വേണം ഞങ്ങളെ ആയുസ് കൊള്ളുടെങ്കത്തെ പണിയന്തരുണ്ടു ഞങ്ങളെ അനാവശ്യമായ വിഷയന്തരുണ്ടു ആഖിറ നഷ്ടപ്പെടുത്തിരെങ്കത്തെ വിഷയന്തരുണ്ടു ഞങ്ങൾ നരകത്ത് പോകും ഈസി ആവിടെങ്കത്തെ തെരുവെന്തരുണ്ടു നിസ്കരിച്ചെങ്കത്തെ നിസ്കാരത്തെ ബാത്തിലാക്കിടെങ്കത്തെ ഫലക്കെന്തരുണ്ടു ഇതിൽ ബിസി ആക്കടെ ഇബാദത്തും കൊറൂടി അതിനെ നഷ്ടപ്പെടുത്തുന്ന ബിസിലായിട്ടിക്കട് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അപ്പം പിന്നെന്തരാക്കടെ ഞങ്ങൾക്കൊരു ഹബീബിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വല്ലാത്തൊരു ഹബീബ് ദുആക്ക് ഇജാബത്ത് കിട്ടുമെങ്കത്തെ നാളുണ്ടു ചൊല്ലുതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടുക ടൈം എപ്പാ ദുആക്ക് ഇജാബത്ത് കിട്ടുക ജാവ് എപ്പാ ദുആക്ക് ഇജാബത്ത് കിട്ടുക സന്ദർഭം എപ്പാ അതിലുള്ള ചന്ത യൂസ് ആക്കിയത് എന്ത് ഞങ്ങളെ ബച്ചാവാക്കും. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ദുആക്ക് ഇജാബത്തുള്ള സമയപ്പാ ഇതെങ്ങനെ ദുആക്ക് ഇജാബത്തുണ്ട് ബറാത്ത് ജാവ് ദുആക്ക് ഇജാബത്തുണ്ട് ലൈലത്തുൽ ഖദ്ർ ദുആക്ക് ഇജാബത്തുണ്ട് വെള്ളിയാഴ്ച ജാവ് ദുആക്ക് ഇജാബത്തുണ്ട് ഇങ്ങനെ കുറേ ഇജാബത്തുള്ള സമയം ചൊല്ലുന്നത് ഞങ്ങൾ മാത്രം ഉണ്ടാവും അറിഞ്ഞ ഞങ്ങൾക്കൊണ്ട് ദുആർക്ക് പുർസത്ത് ഒരു മനസ്സിൽ ചൊല്ലു ദുആർക്കിടെ വേണ്ട ദുആർക്ക് കൊണ്ട് പുർസത്ത് അല്ലേ അല്ലാഹ്. അപ്പോൾ നാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കിടെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹുടെ സൃഷ്ടികളിൽ വെച്ചിട്ട് കൽബ് പൂർണ്ണമായും ദീനിൽ സ്ഥിരപ്പെട്ടെങ്കത്തെ അടിമകളെ ക്യാപ്റ്റനായിരിക്കരുത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മലക്കങ്ങളെ ലൈഫിൽ ദോഷാക്കലില്ല, മലക്കങ്ങളെ ലൈഫിൽ തപ്പാക്കലില്ല, അങ്ങ് തപ്പിടെ ഒരു ആലോചന പറലില്ല. അങ്ങനത്തെ മലക്കുകളെ കാണ്ടും വലിയ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഖൽബ് അവരെ പ്രൗഡാ. പക്ഷെ നബി തങ്ങൾ നിരന്തര ദ്വാരക്കളെ യാ മുഖല്ലിബൽ ഖുലൂബ്, ഓ കൽബുകളെ ഇവറാ തിരിഞ്ഞോട്ട് തിരുവാട്ടി കൊണ്ടിരിക്കത്ത അല്ലാഹുവേ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ കൽബിടെ നീ നിന്റെ ദീനിൽ നീ നിലനിൽപ്പാട്ടണം അല്ലാഹ്. നബി തങ്ങളെ കൽബ് എന്തായിടാ? നബി തങ്ങളെ കൽബ് എത്ര പരിശുദ്ധമായ കൽബ്. ആ കൽബ് അങ്ങനെ തുറന്നു വെച്ചിട്ട് എത്ര വില പോലിയായി എത്ര വില റൗഡിയായി മനസ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കിയമ്മയാവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഭയങ്കര പവർഫുൾ കൽബ്. കൽബ് കറുകറുത്തുപോയി ചിമ്മായിട്ട് അലക്ക ഡാർക്കായി പോയെങ്കിലത്തെ കൽബും ഈ പ്രകാശമുള്ള കൽബിടെ തുറന്നു വെച്ച് ഒരു ടോർച്ചടിച്ചമ്മയോ അപ്പം ആ കൽബ് ബെൽച്ചെയ്ത്ത് അയാൾ സ്വർഗത്തെ കയറി കെട്ടിത്ത്. അങ്ങനത്തെ നേതാവല്ലേ എന്തി നബിയെ തങ്ങ ഇങ്ങനെ ദ്വാർക്കടേ? തങ്ങൾക്ക് അല്ലാഹു എല്ലാം ഈസിയാക്കി തന്നിട്ടില്ലേ? തങ്ങ സ്വർഗത്തിൽ നിന്ന് എന്തിനു ബാക്കി സ്വർഗത്തേക്ക് ഈ തന്നിട്ടില്ലേ? നിങ്ങെന്തി നബിയെ ഇതിങ്ങനെ ദ്വാർന്നോണ്ടിക്കടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൽബുകളെ കൺട്രോൾ ആക്കണം വേണ്ടിക്കട. പ്രതി ഒരു സെക്കൻഡിലും ഞങ്ങളെ കൽബ് തിരിഞ്ഞോണ്ടിക്കട് ഫാൻ ബല അല്ലേ? അവർക്ക് അവരെ തിരുത്, അവർക്ക് ഇവരെ തിരുത്, അവർക്ക് അത് ആലോചനാക്കൽ, അവർക്ക് ഇത് ആലോചനാക്കൽ. കൽബ് ഇങ്ങനെ ഒരേ ടൈപ്പിൽ ഇക്കില്ല ഇക്കട. കൽബുണ്ട് പേര് വെച്ചിരുമേ അത് ഇരുന്ന് തീരെ വസ്തുണ്ട് ഒട്ടറാസി ഓരോ ആലോചന അല്ല ദിക്കില്ല തുല്യോണ്ടിക്കടി അല്ലേ? നിന്റെ കൽബ് എപ്പോഴും ഒരേ ടൈപ്പിക്കട. ആരെ കൽബ് ഒരേ ടൈപ്പിക്കടി ഇല്ല. നിസ്കരിക്കോ നിൽക്കുമ്പോൾ ഭയങ്കരമായ ഖുശൂഅോടെ ഇല്ലാഹി തആല കൈ കേട്ട് ബിസ്മില്ലാഹ് മാലിക് യൗമിദ്ദീൻ എത്തുമ്പോൾ തോന്നും അമേരിക്കത്തിലിക്കട. എന്തേ? കൽബ് ഓർ തിരിയൽ അല്ലേ? അവിടെ ഈജിപ്റ്റ് പോയാ, അവിടെ സെൻട്രൽ മാർക്കറ്റ് പോയാ, അവിടെ പൂരെ മാർക്കറ്റ് പോയാ, അവിടെ ദക്കേ പോയാ, അവിടെ ദാറുസുപ്പ് കുറക്ക വന്ന, അവിടെ മദീനത്തെ വല്ലി കുറക്ക പോയാ, അവിടെ എല്ലാം തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നാ കൂടെ ഉള്ളല്ലേ ഞാനിപ്പോൾ അവിടെ ഇത് തിരിഞ്ഞു പോയി എല്ലാം മതി അല്ലേ? എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ദുആ അത്ര ദ്വാരം തന്നെ നിബന്ധങ്ങളെ കൽബ് നന്നാവുക വാക്യന്താ? ഇത്രയും വലിയ പരിശുദ്ധമായ കൽബുള്ള ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിരന്തരമായ ആ ദുആ ദ്വാർന്നിട്ടില്ലെങ്കിൽ പൊട്ടു കൽബുള്ള ഞങ്ങൾ എത്ര ദ്വാർക്കണം അല്ലേ? നാളെ കൽബളൊക്കെ വീട്ടില്ലേ? ഈ കൽബിടെ സമാക്കോ നിങ്ങൾ ദ്വാർക്കണ്ടേ? അല്ലാഹു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ദ്വാർക്കണ്ടേ? ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദുആക്ക് ഇജാബത്ത് കിട്ടെങ്കത്തെ ദുആ എന്തുണ്ട്? അതെല്ലാം ദ്വാർന്നു. നബി സല്ലല്ലാഹു തങ്ങ ദുആക്ക് ഇജാബത്ത് കിട്ടെങ്കത്തെ ടൈം എന്തുണ്ട്? അതെല്ലാം യൂസ് ആക്കി നല്ല ഇജാബത്ത് കിട്ടുക ചാൻസ് ഉണ്ട് ചെന്നിട്ട് കൊന്താകുമ്പോഴത്തേക്ക് ആ ചാൻസിനെ സമ യൂസ് ആക്കി ആർക്ക് വേനായിട്ട് ഉമ്മത്തിങ്ങ വേനായിട്ട്. നബി സല്ലല്ലാഹു തങ്ങൾക്ക് വേനെങ്കിൽ ബേരിച്ചിരെങ്കിൽ ബംഗാര കട്ടിൽ ഉറങ്ങന്ത്, ബംഗാര കോട്ടിടന്ത്, ബംഗാര വാച്ച് കെട്ടന്ത്, ബംഗാര മദീനത്തെ പള്ളി കെട്ടന്ത് അല്ലേ? ഉതീതു മഫാത്തിഹ ഖസാഇനിൽ അർളി, ഇടീ ഭൂലോകത്തെ സർവ്വ ട്രഷറിയും കീകളെ അല്ലാഹു എൻ്റെ കയ്യിൽ തന്നതാണ്. എല്ലാ ട്രഷറി കീ മാറിയിട്ടുള്ളേ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തേക്കും എൻ്റെ കയ്യിലുണ്ട്. ഖാസിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഖാസിം ഇല്ലേ? ഖാസിം അള്ളാഹു തൻ്റെ ഊണ് ബാക്കി ഞങ്ങൾക്കും ആ ട്രഷറിനെതിരെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ആക്കിയ പണി ഞാൻ ആക്കിക്കൊണ്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒർത്ത് കേൾക്കണക്ക് ഇൽമ വേണു, അതിലേക്ക് ഖജാന ഓപ്പൺ ആക്കി ഇൽമുടെ കെട്ടു കൊടുത്തു. ഒർത്ത് വേണം നക്ക് സൗന്ദര്യം വേണു, സൗന്ദര്യത്തെ ഖജാന ഓപ്പൺ ആക്കി അതിൽ കൊടുത്തു. ഒർത്ത് വേണം നക്ക് സമ്പത്ത് വേണു, ആ സമ്പത്തെ ഖജാന അത് കൊടുത്തു. എത്ര ആൾ കേട്ടിട്ടില്ലേ? സമ്പത്ത് വേണു, അത് വേണു, ഇത് വേണു, രോഗസുമറാവണു, കൈക്കാൽ പൂളായത് ജോയിൻ്റ് ആവണു എല്ലാം കേട്ടിട്ടില്ലേ? നിസ്വല്ലാത്തങ്ങരട്ടിಗೆ ആ അപ്പ അതിലെ ഖജാന ഓപ്പൺ ആക്കിയിട്ട് അങ്ങ് വേണ മക്ക വേണ മക്ക. അനസ് റളിയല്ലാഹു അൻഹു ബറാബരി ഖജാന കൊടുത്തു. ഖജാന തുറന്നിട്ട് ബറാബരി കെട്ടേ കൊടുത്തിട്ടില്ല. സഹല റളിയല്ലാഹു അൻഹു സമ്പത്ത് വേണു ചൊന്തു, സമ്പത്തിലെ ഖജാന ഓപ്പൺ ആക്കി കൊടുത്തു. ഇൽമു വേണു ചൊന്ന് എടുത്ത് അതൊക്കെ വേണേ ദ്വാറുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടിട്ടാകുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിടെ കൊണ്ട് ആൾക്ക് നല്ല പവർ കൊടുത്തു വാറുന്നത്. ആ ഖജാന പവറിൻ്റെ ഖജാന തുറന്ന് അത് കൊടുത്തു. അപ്പം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിശ്ചയമയോ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, തങ്ങൊന്ന് നിശ്ചയമയോ അല്ലാഹു അപ്പം കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടേ.
അങ്ങനത്തെ നേതാവാണ് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിലെ മൂന്നിൽ ഒരു വിഭാഗം ഈ ഉമ്മത്തിലെ ശഫാഅത്തായിട്ട് രക്ഷപ്പെടുത്തുകയില്ലെങ്കിലത്തെ ചാൻസ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ബുൽപേ ബുൽപു എന്തിരെ ആവേ ആവേ എന്തിരെ നക്കുമയ്യാവലാണ്. ഈ ഉമ്മത്തിൽ കോട്യാനുകോട്ടി ഉമ്മത്തിനെ 3 ഓതിയാക്കിയെങ്കിൽ അതിൽ ഒരു ഓതിരെ സ്വർഗത്തേക്ക് ഫുള്ളായിട്ട് കടത്തുന്ന ചാൻസ് തന്നെ നിങ്ങൾക്ക് ശഫാഅത്ത് അധികാരം തന്നെ. എത്ര വലിയ ചാൻസ് അല്ലേ? ശരി ചാൻസാ. ഇടീ ഉമ്മത്തിൽ 3ൽ ഒരു ഓതിരെ സ്വർഗത്ത് കടത്തേ. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കുസിയായിട്ടാ നിങ്ങൾ കുസിയായി. നബി തങ്ങൾ ബുൽപേ ബുൽബു സുജൂദുൽ വലം തുസുന്നത മൻ അഹ്യ الظلام ഇലാ അനിഷ്തകത ഖദമാഹു الضر من ورمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിസ്കരിച്ച് കാല് വീക്ക വന്നു പോയിട്ട് ആ നേതാവ് ഞങ്ങൾക്ക് പിന്നായിട്ട് കാൽ വീക്ക വന്നരെ ആ നേതാവ് ഞങ്ങൾക്ക് പിന്നായിട്ട് സുജൂദിൽ കിടന്നരെ അങ്ങനെ കിടന്ന് സുജൂദിൽ കിടന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉദ്ദാക്കില്ല. നൻ്റെ ഉമ്മത്തിനെ ബച്ചാവാക്കണം. ഈ ദുനിയാവിൽ വെച്ചിട്ടേ ഞങ്ങൾ പെത്തിട്ടേ ഇല്ല, ഞങ്ങൾ ഉമ്മയുടെ പെത്തിട്ടേ ഇല്ല, ഞങ്ങൾ ബാപ്പയുടെ പെത്തിട്ടേ ഇല്ല. അതൊക്കെ എത്രമാ വർഷം ഒന്നുപോലെ ഞങ്ങളെ സ്വർഗത്ത് കടത്തുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് പുൽപൊട്ടു. നാനിങ്ങളുടെ കേട്ട റജബൂർ തിങ്ങൽ ഇടീ തീന്ത് ഷാബാൻ തീന്നു വന്നുകൊണ്ടുണ്ടോ ആ ഷഫാഅത്തിൽ എടുത്തോളൂ ഒരു റിക്വസ്റ്റ് ആക്കിയിട്ട് ഒരു പുൽപ്പൊടുക്കും ഞങ്ങൾക്ക് പുറത്തേഴ ഞങ്ങൾ റമദാൻ്റെ വെൽക്കം ആക്കിയോളൂ അല്ലേ? ഏത് റമദാൻ ആ ഷഫാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് ഉൾപ്പെട്ടു. അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലെ ബാക്കിയായി വേത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കൂ, എൻ്റെ പിർസപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എനിക്കില്ല. പാതിരാജാവുക സുജൂദിൽ കിടന്നിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കുറേ നോക്കി നബി തങ്ങൾ പന്ത്രതേ കാണില്ല. മെല്ലെ വന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ തൊട്ടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിലിച്ചിത്ത് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കടല്ല ആയിഷ അല്ലാഹുമ്മ അല്ലാഹുവിൻ്റെ റസൂലും നിൻ്റെ സോപ്പാട്ടുവാറ് നീ നിരിച്ചേ കുസാലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആയിഷ വീണിട്ടില്ല ളനന്തു അന്നക ഖദ് ഖുബിൽത ഫീ സുജൂദിക യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി. ഞാൻ നിരിച്ചു പോയ നിങ്ങൾ സുജൂദിലെ മൗത്തായാറാ. കാരണം നിങ്ങൾ 12 കാണ്ടിൽ എത്ര നേരമായിട്ട് എത്ര ഗಂಟೆ സുജൂദിൽ നിങ്ങൾ കിടന്നിട്ടുള്ളാറ്. ഞാൻ കുറക്കത്ത് പേടിയായിപ്പോയിട്ട് നിങ്ങൾ സുജൂദിലെ വഫാത്തായാറാണ്. പേടിയായിട്ട് എന്തികാ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നേ? ബിലാൽ റളിയല്ലാഹു അൻഹു പറമ്പ് പുൽപുട്ടുകൊണ്ടിന്ത് പായി ഇങ്ങനെ കണ്ണെടു തന്നെ ഇങ്ങനെ താടിയിലിങ്ങനെ വന്നിട്ട് ആ പായി ഇങ്ങനെ ബൂളിലത് തന്നെ ഇങ്ങനെ ഇത്ര ശബ്ദം കേൾക്കുക വരെ കേട്ടുകൊണ്ട് എന്തൊരു ചെന്ന് നോക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുൽപുട്ടി ആർക്ക് വേണേലും പുൽപുട്ടി ഞങ്ങൾ ഇപ്പോൾ പുൽപുട്ടാ അല്ലേ? നല്ല നാൾ വന്ന് ഞങ്ങൾക്ക് ബദലാവണേ അല്ലേ? നല്ല നാൾ വന്ന് ഞങ്ങൾ ഇന്ന ബലമേയുള്ള എന്ത് റജബ് തീർന്നിട്ട് ഞങ്ങൾ സമായില്ലല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ പുൽപുട്ടാകുമ്പോൾ അള്ളാഹു ഭയങ്കര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പമേ ചാൻസ് കൊടുത്തു. നിങ്ങളുടെ ഉമ്മത്തിൽ 3ൽ 2 വിഭാഗം ആൾമാരെ ഷഫാഅത്താക്കിയിട്ട് ബച്ചാവാക്കുള്ള ചാൻസ് നാ തന്നെ. 3ൽ 2 അല്ലേ? 3000 കോടി ആൾമാരിന്നെങ്കിൽ 2000 കോടി ആൾമാരെ സ്വർഗത്തിൽ എത്തും. അവിടെ പേടിക്കണ്ട. 3 ഓതിൽ 2 ഓതിൽ സ്വർഗത്ത് കാണും. നബിത്തങ്ങല്ല നക്കാവേ ഹാല നക്ക് പൂർണ്ണമായ എൻ്റെ ഉമ്മത്തിൽ സ്വർഗത്തിൽ എത്തുവാട്ടോ ചാൻസ് തരണം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിക്വസ്റ്റ് ആക്കി പുൽപൊട്ടു ദ്വാർന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ നിങ്ങൾക്ക് തങ്ങളെ ഉമ്മത്തിങ്ങളെ ബച്ചാവാക്കോ ഇത്ര ആശ ഉണ്ടല്ലേ? ആവും നബി, നിങ്ങളെല്ലാവരും ബച്ചാവാക്കോ, നിങ്ങളെല്ലാവരെ ഷഫാഅത്താകിട്ട് സ്വർഗത്തിൽ എത്തുവാട്ടോ ചൊന്ന സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം കൊടുത്തപ്പോൾ തങ്ങൾ വലിയ സന്തോഷമായിട്ട് അല്ലേ? നങ്കറ്റിൽ വരിങ്ങനെ ഞങ്ങൾക്ക് വിഷയപ്പിടില്ലേ? ഞങ്ങൾക്ക് വിഷയപ്പിടുണ്ടാ? വിഷയപ്പിടുന്നത് കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര റിക്വസ്റ്റ് ആക്കണേ? ഇല്ലെങ്കിൽ നബി തങ്ങൾ സിമ്പിളായിരുന്നു ഇരിക്കലെന്താ അങ്ങ് വന്നുള്ളവാറ് റജബെല്ലുണ്ടല്ലേ ഷാബാനെല്ലുണ്ടല്ലേ നല്ലവാറ് റമദാനിൽ എന്തായാലും നല്ലവാറുണ്ട് വിട്ടുപൂടാൻ മഹത്വമുള്ള ചൊന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയുണ്ട് ഞങ്ങളുടെ അവസ്ഥ എന്തിനാ? ഞങ്ങത്ര ബച്ചൽ കാട്ടറ, ഞങ്ങത്ര ഉദാസീനത കാട്ടറ, ഞങ്ങത്ര ലാട്ട്പോട്ടാക്കട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാ പിടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വിട്ട് നരകത്ത് പോയെങ്ക ചെറിയ കിടാവുണ്ട് ഞങ്ങളെ കിടാവും
ആ കിടാവ് അഞ്ഞമിഞ്ഞം ഓടി കളിച്ചുകൊണ്ടുണ്ട്. ഞാൻ ബിസിയിലുള്ള, ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ എൻ്റെ വർക്കാക്കിക്കൊണ്ടില്ല, ഔത്തിലെ ഞാൻ വർക്കാക്കിയില്ല. കിടാവ് ഇങ്ങനെ ഓടി ഓടി കൊണ്ടുണ്ട്, അഞ്ഞിഞ്ഞ കളിച്ചുകൊണ്ട് എൻ്റെ ബിസിയുടെ ഇടയിലും എൻ്റെ ഒരു കണ്ണ് കിടാവിടെ മേലേക്ക് അല്ലേ. കിടാവിടെ പോയിട്ട് പോന്നിരണ്ട, കിടാവുകെന്നോ ആയിരണ്ട, നിന്റെ കണ്ണ് കിടാവിടെ മേലേക്ക്, നിന്റെ ഒരു ശ്രദ്ധിക്കല്, എത്ര ബിസി നിങ്ങൾ ഒരു ശ്രദ്ധിക്കല്, ഓടിപ്പോയി വെച്ചവാക്കല്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞങ്ങളെ ബച്ചായി. ഇങ്ങനെ വിട്ടം പോയിട്ട് 500 അല്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബച്ചാവാക്കുള്ള എല്ലാത്തിനും റെഡിയാക്കിയിട്ട് ഇടിക്കട് വഫാത്തായി പോകണ്ടേ. അങ്ങനെ വഫാത്തായി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന്റെ പൂർണ്ണാധികാര കിട്ടിയങ്കത്തെ സമയങ്ങളിൽ പെട്ടതായിരിക്കട് ശഅബാൻ അല്ലേ. ആ ശഅബാന്റെ ബറാത്തും കഴിഞ്ഞ റജബ് 1 ഒത്തുകു നന്നാവനായങ്ങ റജബിഡീ വേസ്റ്റാക്കി. ബിസി 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 ബിസി. ഷഅബാനും മൈത്ത്, ബറാത്തും മൈത്ത്, റമദാൻ ബറകു കാത്തു തെച്ചുകൊണ്ടുള്ള അഞ്ഞം മിഞ്ഞം റമദാനുക്ക് പ്രിപ്പറേഷന് ക്ലാസ് അല്ലേ. ഒരു 10 ഫോൺ ഉണ്ട്, നാളോടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ ഫ്രീ ഉള്ള, നാളോടെ ക്ലാസ് ഉണ്ട്, ഫ്രീ ഉള്ള, ക്ലാസ് ഉണ്ട്, ഫ്രീ ഉള്ള, എല്ലാവരും ക്ലാസ്. 2 തിങ്കളിലങ്ങ് എസർത്തേ ഇല്ല, റജബിലും എസർത്തില്ല, ഷഅബാൻ തീർന്ന ಬಂದು ഇത്രത്തോളം എസർത്തിൽ ഇപ്പത്തെല്ലാം എസർത്തായ റമദാൻ വന്നുണ്ടല്ലേ. ഓ അങ്ങനൊന്നുണ്ടല്ലേ, മറന്നിരമേ. ഈ അവസ്ഥയിലിരിക്കണങ്ങ എന്തിനാക്കിക്കൊണ്ടുള്ളേ, റമദാന്റെ വെൽക്കം ആക്കോ കാത്തോണ്ടുള്ളേ. വലിയൊരു ഗസ്റ്റ് വേണ്ടെങ്കിൽ ഞങ്ങൾ ശുദ്ധിയല്ല ഇട്ടല്ലേ, ക്ലീൻ ആയിട്ടല്ലേ വേണ്ടേ. അത്ര വില ഗസ്റ്റാകുന്ന റമദാൻ വില 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 പ്രതിഫല, ഭയങ്കരമായ മഹത്വ, ഭയങ്കരമായ എല്ലാം എടുത്തുകൊണ്ട് വണ്ടില്ലേ. വരുമ്പോൾ ഞങ്ങൾ എന്താവണം, പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കമ്മനാക്കി കുളിച്ച് വൃത്തിയായിട്ട് എല്ലാ ദോഷത്തെല്ലാം മാഫാക്കുവാട്ടിട്ട് കംപ്ലീറ്റ് ശുദ്ധിയായിട്ട് ഓ എൻ്റെ റമദാൻ വന്ന് എൻ്റെ സ്വർഗത്ത് വിളിച്ചുകൊണ്ട് റമദാനിട്ട് വെൽക്കം ആക്കണായ അല്ലേ. എല്ലാം മറിച്ചു ഞങ്ങൾ അതൊക്കെ തയ്യാറായിടമാ, റെഡി ആയിട്ടുള്ളമാ. എന്തിനു ഞങ്ങൾ ആക്കിറ റമദാൻ, എന്തിനു തയ്യാറാക്കിറ, എന്തിനാക്കിറ ഞങ്ങളെ ബിസി 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 ഇങ്ങനെ ഉള്ള. നന്റെ ഒട്ടിക്ക് റിസ്ക് വേണ, നിങ്ങൾക്ക് എന്തിനു വേണു കേൾക്കൂ. നാ തൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഷഅബാനിലല്ലേ, നന്റെ ഒട്ടിക്ക് ആർക്ക് എന്തിനു വേണു കേൾക്കൂ. നാ തന്നെ നന്റെ ഒട്ടി നിങ്ങൾ ദോഷല്ല കുറെ ആയിടല്ലേ പെത്തൽ, പിന്നെ കുറെ ടൈം ആയിട്ട് നിങ്ങൾ ബറാബരി ദോഷല്ലാക്കി വെച്ചിടാറ്. മാഫല്ലേ വേണായേ കേക്കുറി എത്ര പേനും കേക്കുറു. ഞാൻ നിങ്ങൾക്കെല്ലാം മാഫാക്കട്ടെ. ബറു 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 അല കഥ അല കഥ അല കഥ. എന്തിനു വേണു, എന്തിനു വേണു കേക്കുറു കേക്കുറു, തൻ്റെ 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 ചെന്നിട്ട് അല്ലാഹു ബിൽച്ച് 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 ചൊന്ന എന്തിനു കേട്ടാറ്. ദോഷ മാഫാക്ക് വേണ്ടിയിട്ട ചാൻസ് അല്ല. ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ജയിലിൽ കുറേ വർഷം ഇന്നങ്ങളല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടൈമിൽ അങ്ങ് ഒരു ഉറക്കത്ത് ബിടുകടയുടെ ഒരു ഇത് വെക്കാറ്. അപ്പോൾ കുറേ ആൾ ജയിലിൽ നിൽക്കാറ്, കുറേ ആൾ മുങ്ങിട്ടല്ല നിൽക്കാറ്. അങ്ങ് പാസ്പോർട്ടില്ല, അങ്ങ് വിസ ഇല്ല, അതില്ല ഇതില്ല എന്ന് തപ്പാടിയിട്ട്. അപ്പോൾ ആറിനെങ്കും ആ ടൈമിൽ എല്ലാവർക്കും ഒരു മാഫ്, എല്ലാവരും 10 വാടി രായത്ത് കിടത്തലാണ്, ജയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ബച്ചാവാവുകല്ലേ നോക്കണേ അല്ലേ. അങ്ങനത്തെ ഷഅബാൻ അല്ലാഹു കേക്ക് റിസ്ക് വേണായ ആറ് കേക്കോറു, മാഫ് വേണായ ആറ് കേക്കോറു, എല്ലാ തൻ്റെ. പിന്നെ എന്തിനു വേണം നിങ്ങൾക്ക് വേണ ഇതെല്ലാം കേക്കോറു, എല്ലാ നാത്തൻ്റെ എല്ലാ നാത്തൻ്റെ എല്ലാ നാത്തൻ്റെ അല കഥാ വേണ ഇത് കേക്കോറു 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 ചൊല്ലുമ്പോൾ നിങ്ങൾ കട്ടിൽ പറഞ്ഞ നിങ്ങൾ ബിസി ആവണം അല്ല. പിന്നെ എന്തിനാവണം, അള്ളാഹുടെ കേക്കും. കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുള്ളെങ്കിൽ സഫർ ഭയങ്കരമായ വിശാലമായ വിദൂരമായ ഭയങ്കരമായ സഫറായിരിക്കും അല്ലേ. ഞങ്ങൾക്കൊരു സഫർ പോകില്ലേ. നാൽക്കൽ ഹജ്ജിക്ക് പോകണ്ടെങ്കിൽ അല്ല നിങ്ങളെ ഫാമിലിയുള്ള ആളല്ലേ. ഹജ്ജിക്ക് പോകണ്ടെങ്കിൽ എന്തിനാക്കിടാറ്, ബാഗ് റെഡി ആയത്, പിന്നെ ഉംറത്തെ ഹജ്ജിൻ്റെ ഡ്രസ്സ് റെഡി ആയത്, പിന്നെ നാപ്പോ ചില്ലറ 4 പേരുമായി എല്ലാ ബാഗും റെഡി ആയിട്ട് പോണ്ടേപ്പാ. ഞാനിപ്പോൾ പോണ ദുൽഖഅദ തിങ്കൾ ചെറിയ പെരുന്നാളിൽ കഴിഞ്ഞ ചൊവ്വാറിലെ തിങ്കൾ 8 പോകും സ്റ്റാർട്ടാവും. ചൊവ്വാറിൽ ലാസ്റ്റ് ആകുമ്പോൾ പോണ്ടാറ്. അപ്പം പോകേണ്ട സഫർക്ക് ലഗേജ് ഭർത്തിയായിട്ട് റെഡിയാക്കിയിട്ടല്ല ആയിട്ട്. ഞങ്ങൾക്കൊരു സഫർ പോകുണ്ടല്ലേ, ആ സഫർക്ക് ഷവ്വാൽ തോൾ ടൈം ഉണ്ടാ ആ സഫർ ചുമ ടൈം എന്തില്ല, എപ്പോൾ വിളിക്കടപ്പം പോകണം. സഫരി ബഈദ്
ಮಾತ್ರ ಸಫರ್ ಚೊಮ್ಮೆ ಹೋಗುಂಡು ತೆಲ್ಲಂದು ಅಲ್ಲ ಸಫರ್ ಬರೋಬರಿ ಹೋಗುಂಡು ಊಟ ಸ್ಟಾರ್ಟ್ ಆಯಂಗೆ ചമ്മ പോകണ്ട ആ സഫർ അങ്ങനെ പോയിട്ട് കുറേ ഇൻ്റർവ്യൂ എല്ലാം ആവുകൊണ്ടു കുറേ ചെക്ക് പോസ്റ്റ് പാസ്സാവുകൊണ്ടു ആന പാസ്സായിട്ട് എല്ലാം മൊത്തം ആയിട്ട് ലാസ്റ്റ് ഒരു ബ്രിഡ്ജ് പാസ്സാവുകൊണ്ടു അത് ഭയങ്കര നിർണായക ബ്രിഡ്ജായിട്ട് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുനായെങ്കത്തെ ഞങ്ങളെ പോയിൻ്റ് ഉണ്ടല്ലേ ആ പോയിൻ്റ് രണ്ട് കാലും ഉൽക വെച്ച് എത്തിയിട്ട് അപ്പം ഇടിക്കട് ഞങ്ങളെ സഫർ എന്താ അവിടെ സഫർ സ്റ്റാർട്ട് അവിടെ ഇപ്പം ആവാ നെക്സ്റ്റ് മിനിറ്റിലും ആവാ നെക്സ്റ്റ് ഗಂಟೆലും ആവാ നാളെയും ആവാ നാളക്കരയും ആവാ അല്ലേ എപ്പം ആവാ എപ്പോൾ വിളിക്കടാറപ്പ പോണു ചൊല്ലെങ്കിൽ എത്ര സഫർ ആകുമ്പത്തു ഞങ്ങളെ ബാഗ് റെഡിയാക്കണ്ടേ ആരെ ബാഗ് റെഡിയായി ആരെ ലഗേജ് റെഡിയായിടാ അയാളുടെ ബാഗെല്ലാം റെഡിയാണ് എന്തിന് ബാഗ് നിങ്ങൾ റെഡിയാക്കി അതിലെന്തിനുണ്ടു എപ്പോൾ വിളിച്ചാറ് അപ്പം ഭർത്തായിട്ട് പോകുന്നു വസാദി ഖലീൽ സഫർ മാത്രം ബറാബരി പോകുന്നു ബട്ട് സഫർക്ക് പോകുന്നു ബെന്മായ സാദ് അതൊക്കെ പോകുമ്പോൾ ഒത്തു ചിലവാക്കുകയുള്ള കുറേ പൈസ എല്ലാം വേണ്ടി അവിടെ കുറേ ഫുഡുകളെല്ലാം വേണ്ടി റൂം എടുക്കണ്ടേ ಅದಕ್ಕೆಲ್ಲ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಬೇಡಿ ಅಪ್ಪ ಬರಾಬರಿ ಸಂಪತ್ತು ಬೇಡ ಮಾತ್ರ ಸಂಪತ್ತೇನೊಂದು ಇಲ್ಲ ಸಫರ್ ಮಾತ್ರ ಬರಾಬರಿ ಹೋಗುಂಡು അല്ലേ കയ്യിലെന്തില്ല പിന്നെ പോണ്ടയാണ് എപ്പോൾ വിളിച്ചാറപ്പോൾ പോകാൻ സാധ്യമുണ്ട് പിന്നെ പോണ്ടേ തെരുളു പോണ്ടതിരെ ഇടയിൽ ഒരു റൂം എടുക്കുന്നുണ്ട് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒരു മെയിൻ ഓഫീസിലൊക്കെ പോകണം അവിടേക്ക് ഒരു റെസ്റ്റ് എടുക്കുമുണ്ട് സീത പോണ്ടല്ല അവിടെ സുദീർഘമായ വർഷക്കാലം ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ട് അവിടെ ആ റൂമിൽ അല്ലേ അവ ചമ്മനാൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ റൂം ആകുമ്പോഴത്തേക്ക് ആ റൂമു തെൽ നല്ല നമത്തെ റൂം ആവണ്ടേ ഫ്ലാറ്റ് പോട്ടായെങ്കിൽ അവിടെ ഒരു ടെൻറ്റിൽ പോയിട്ടേക്കോ അവിടെ എത്ര വർഷ കെട്ടലേക്കണ്ടേ ആ റൂമിൽ അവൻ നല്ല റൂമാവണം ഇവിടെ നല്ല റൂം വെച്ചൊന്നും സെലക്ഷൻ എന്തില്ല ജണ്ടേ ടൈപ്പ് റൂമില്ലേ ഒന്നും തിരിയോ മരിയോ പക്കയില്ലാത്തെങ്കത്തെ പിന്നെ കറണ്ടൊന്നുമില്ല ലൈറ്റൊന്നുമില്ല ചിമ്മയായെങ്കിൽ റൂം പാത്യം ഉണ്ട് തേലും ഉണ്ട് പാമ്പും ഉണ്ട് ഗലീജും ഉണ്ട് പിന്നെ പുലും ഉണ്ട് പിന്നെ മയ്യാവത്തതുക്ക് ഓർത്തിയ അവിടെ ചിമ്മൽ ആ റൂമിലിരിക്കുമ്പോഴത്തേക്ക് പേടിപാട്ടു കറുത്തെങ്കത്തെ ഭീകരമായ ഒരു ടൈപ്പിടെ ഒരു ജീവിയുമുണ്ട് അതപ്പപ്പോൾ പേടിപാട്ടിക്കൊണ്ടിരിക്കട് അതിരിക്കട് ഒരു റൂം അതില്ലേ പിന്നെ റൂം ഏത് പിന്നെ റൂം ഭയങ്കരമായ റൂം ഹൈഫൈ റൂമായിട്ടിരിക്കട് ആ റൂം ഭയങ്കര വിശാലമായ ഭയങ്കര വലിയ റൂം അതിലിങ്ങനെ തേനീന് സിറ്റ് ഔട്ട് പോയിട്ടാ അല്ലെങ്കിൽ കണ്ടു ഓപ്പണാക്കിയിട്ട് ഞാൻ നോക്കിയെങ്കിൽ ബീച്ചെല്ലാം കാണും പിന്നെന്തിനാ കാണുന്നത് നല്ല ഗാർഡനെല്ലാം കാണും പൊല കാണും നല്ല വ്യൂസ് അത് ഇത് എല്ലാം ഉണ്ട് അവിടെ ഒന്നും ചൊല്ലില്ല നോക്കി നിന്നെങ്കിൽ എത്ര വർഷം നോക്കി നിന്നെങ്കും കാൽ വച്ചല്ല വിഷയപ്പെടിയാവില്ല അങ്ങനത്തെല്ലാം കാണും ഞാനിതിനിടയിൽ ഒരു ഫ്ലാറ്റൊക്കെ ഉള്ളു പോയ മൈക്കാലത്തെ ഒരു പക്കത്ത് ഇടി മാംഗ്ലൂർ കാണും ആ ഫ്ലാറ്റ് പറ്റുമേ മാത്രമല്ല ഉള്ളാലത്തെ കടൽ കാണും നേത്രാവതി പൊല കാണും പൊലയും കടലും ഒന്നാവത് കാണും അങ്ങനെ ദക്ക കാണും ഭയങ്കര കാണും അങ്ങനെ പ്രതിയൊന്നും കാണും പല്ലാത്ത ഭാര്യ ഒരു ചന്തത്തെ ഒരു കാണുള്ള ദൃശ്യങ്ങളുള്ള ഫ്ലാറ്റ് എല്ലാവരും അത് ആശിക്കാറല്ലേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് വേണ്ട ആശ വേണം ബട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കൂടെ ജണ്ടേ ടൈപ്പിടെ റൂമില്ലേ സെലക്ഷൻ എന്തില്ല വേറെ ഒന്നാമത് രണ്ടാമത്തേത് ഭയങ്കര ഹൈഫൈ പിന്നെ അതിൽ ഉൽഗത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടില്ല നിങ്ങൾക്ക് ഒരാൾ അതിൽ കൊണ്ട് ഭയങ്കര സുന്ദരനായ ഒരാൾ ഭാരി ചന്തത്തെ ഒരാൾ അയാളെ പൽക്ക പറഞ്ഞുകൊണ്ടും കുസാലാക്കിക്കൊണ്ടും ടൈം പാസ് ആക്കുവാറ്റിക്കൊണ്ടും ഭയങ്കര ഒരാൾ അയാളുടെ പൽക്ക പറഞ്ഞുകൊണ്ടെങ്കിൽ എത്ര കുറച്ച് പേരെന്തേക്കുക മടിയാവല എന്തും പേടിക്കാകത്തില്ല പിന്നെ പാമ്പ് പാത്തേലൊന്നും അവിടെ വണ്ടില്ല ഭയങ്കര വ്യവസ്ഥകളുള്ള റൂം പിന്നെ അവിടെ ടെൻഷൻ ഒന്നുമില്ല പിന്നെ കൊച്ചി മാത്രം അവിടെ അപ്പൊ നോക്കണേ സ്ക്രീനപ്പുറാക്കി നോക്കുമ്പോൾ കാണും ബീച്ചെല്ലാം കാണും ഓ എന്ത് സൗന്ദര്യ എന്ത് കമ്മന അല്ലേ അങ്ങനത്തെ റൂമുണ്ട് ജണ്ടേ റൂമില്ല മാത്രം സെലക്ഷൻ ജനറൽ ഒന്ന് മാത്രം സെലക്ട് ആക്കാം ദൂരത്തെ സഫർ ഇടിക്കിടുന്ന സഫർ വിദൂരമായ സഫർ സഫരി ബഈദുൻ വസാദി
ഖലീൽ. ബഈദായ വിദൂരമായ സഫർ എപ്പോൾ വിളിക്കിടാറും ചൊന്തുപിടില്ല. വിളിച്ചെങ്ക് ഒരു പോക്ക് പോകണം. ഇന്ന് മഗ്‌രിബ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചെറുക്കൊക്കെ എടുത്ത് അല്ല ആ സഫർ പോകൂ വിളിക്കൂ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തോണ്ട് വണ്ട ആളുണ്ടല്ലോ. ആരത്? അസ്രായീൽ അലൈഹിസ്സലാം. ബറും പിടിയാവിടെ നമുക്ക് പിടിയാവും ಅಲ್ಲಿ ಬಂತು ನಮ್ಮ പിടിയാവും. നല്ലവനായെങ്കിലും പിടിയാവും, ദോഷിയായെങ്കിലും പിടിയാവും. നല്ലവനുണ്ടായെങ്കിൽ നല്ല ടൈപ്പിൽ ಬಂತು ಬೆನ್ಮೈ ಆಲ್ಮಾರೆಲ್ಲ ಬಿಲ್ಚೆ ಬಂತು ಕೊಸಿಗಳು ಬಿಲ್ಚೊಂಡು പോയല്ല ഞങ്ങൾക്ക് ഭർത്താവ് റൂമെല്ലാം ബുക്കാക്കി വെച്ച് നല്ല റൂമും വ്യവസ്ഥ എല്ലാം ഉണ്ടു. തെല്ല് അവിടെ റെസ്റ്റ് എടുക്കല്ലേ, ഇവിടെ എത്ര ടെൻഷൻ എടുക്കടല്ലേ, പോയി ഞങ്ങൾ സ്വന്ത റായത്ത് പോയി മൈയുടെ ഭർത്ത റായത്തിൽ വെച്ചത് പോയി റായത്ത് പോയല്ലേ, അബ്ബടെ സ്വത്തെല്ലാം അവിടെ അല്ലേ, ഞങ്ങൾ പോയി അവിടെ ജോലിയാക്ക പോയല്ലേ ചെന്ന് വിളിച്ചു പോകൂ. നല്ല രൂപത്തിൽ വേണം. നല്ല ദോഷിയായ മനുഷ്യണ്ടായെങ്കിൽ പണ്ട് ഭയങ്കര ഭീകരമായ രൂപത്തിലും വേറെ കുറേ ഒട്ടിಗೆ കുറേ ಗ್ಯಾಂಗ್ ഭയങ്കര ആൾമാരെല്ലാം ഒട്ടിಗೆ ಬಂಡಂಗ അവങ്ങം ഭയങ്കരമായ ജോറങ്ങം പോയി നടാ പോയി ടൈം ആയിട്ട് പോയിത്ത് കളിച്ചിട്ടാ ഭർത്താവ് നടാ പോയി പേടിപാടിയ രൂപത്തിൽ അങ്ങനെ വേണ്ട. അതിനോടും കണ്ടറ വന്നങ്ങ നല്ല രൂപത്തിൽ ബന്ധങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ബന്ധു വിളിച്ചു പോയത് ഞങ്ങൾക്ക് അനുഭവത്തിൽ എത്രമാ ചൊല്ല അല്ലേ. ഒരു മുഹമ്മദ് ചൊല്ല ഒരാൾ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ആലിമല്ല, തങ്ങളല്ല, മുതഅല്ലിമല്ല, ഒന്നുമല്ല, ഖുർആനെന്ത് ഓതും കൊണ്ട് പിടിയില്ല സമ നല്ലൊരു മനുഷ്യ. അദ്ദേഹത്തെ കയ്യിലൊരു കൗണ്ടറുണ്ടാ, ആ പണ്ടത്തെ സ്റ്റീലിൽ ടക് ടിക് ടക് ടിക് അവിടെ ഇങ്ങനത്തെ കൗണ്ടറുണ്ട്. അത് കയ്യിലിക്കത് കാത് ആറാവോ ഏതോ റൗഡി എന്തൊരു മകളാട്ടാക്കുമ്പോൾ ഇയാൾ പുടുപ്പാട്ട് പോയപ്പോൾ അയാൾക്ക് അടിച്ചിട്ടാകുമ്പത്തു കാത് കേൾക്കാണ്ടായിരുന്നു. പിന്നെ ലൈഫിൽ മരണം വരെ അയാൾ കാത് കേട്ടോ ഇല്ല, പിന്നെ വേണ്ടതെന്ന് കേൾക്കുകയില്ല സുലാബൈത്ത്. പിന്നെ സ്വലാത്ത് പൽക്ക പറയുമ്പോൾ ഇയാൾ സ്വലാത്ത് ഒന്നുകൊണ്ടേ കാത് കൊടുക്കുള്ളൂ. ഇയാൾക്ക് എന്തെങ്കിലും ചൊല്ലുമെന്നെങ്കിൽ ആ ഒക്കല്ലേ പിന്നെ സല്ലല്ലാഹു പിന്നെ യാറ് പൽക്ക വരാല്ലേ. ഹോട്ടലിൽ ചായ ആക്കടയാൽ ചെറിയ പണി. നല്ലൊരു മനുഷ്യ, സുന്നത്ത് നോമ്പെല്ലാം പിടിക്കൂ, ഇമാം ജമാഅത്തൊന്നും വിടല, നല്ലൊരാൾ. അദ്ദേഹത്തിന് ലാസ്റ്റാകുമ്പോൾ ശരി രോഗബന്ധ് കിടത്തത്തിലേത്ത് റമദാനായിരിക്കണം. നോമ്പെല്ലാം ഉണ്ട് എല്ലാവർക്കും. ആണൊരു മോദിനാറാകുമ്പോഴത്തേക്ക് സഡൻ ചൊന്തു നക്കൽ കുളിക്കുന്നു, തന്നെ കുളിച്ചിട്ടുള്ള റെഡിയാവണം. ആണെങ്കിൽ വിളിച്ചവർ കുളിപ്പാട്ടി വിളിച്ച വന്നാൽ ഉളു കൊടുക്കണം, നക്കത്തിൽ നിസ്കരിക്കുന്നു, നക്കത്തിൽ നല്ല ഡ്രസ്സെല്ലാം ഇടും. നമുക്ക് പോകും ഭർത്താവെല്ലാം വന്നാൽ വിളിച്ച പോയി നല്ല ഡ്രസ്സും ഇടുപ്പാറ്റിയാറ്. നോമ്പ് തുറക്കുള്ള ഐറ്റമെല്ലാം വീക്കോറു വെച്ചിറ് പാവത്തങ്ങ ഓരോ പ്ലേറ്റിൽ തെല്ല് സമൂസവും തെല്ല് ബാലം പിന്നെ ഈത്തപ്പലെല്ലാം വെച്ചിറാറ്. വേറെ എന്തില്ല. അവ ഏൽ കേൾക്കടേ ഇത് ഇവിടെ മയ്യാവിടൂ, ഇത് ആലിമിങ്ങെല്ലാം വന്ന് തെച്ചിറാറ്, മുത്താലിമിങ്ങെല്ലാം വന്ന് തെച്ചിറാറ്. ഇത്ര ആളുടെ അവ നോറോടി ആളുണ്ടു. ഈ ഒരു ചെറിയ പ്ലേറ്റിൽ മയ്യാവിടെ സമൂസ വിൽപ്പാട്ടു നോമ്പ് തുറക്കാൻ ആരായിട്ട് അങ്കെല്ലാം നോമ്പ് തുറക്ക കൊടുക്കണ്ടേ. ഞാൻ ചെന്ന ആർക്കും പിടിയായിട്ടില്ല. അയാൾ കണ്ടുകൊണ്ടുള്ള ബിരുദന്മാരുള്ള നോമ്പ് തുറക്ക വന്ന് തെച്ച പോലെ ബറാബരി ആളുണ്ടു. അയാൾ കലിമ ചൊന്നൊരു ചന്തത്തിൽ വഫാത്തായി മഗ്‌രിബാകുമ്പോൾ അൽഹംദുലില്ലാ സ്വർഗ അല്ലേ. ഇത് ഏതോ ഇമാമിന്റെ ഏതോ സഹാബിയുടെ ചരിത്രമല്ല ചൊല്ലേ. കുറേ വർഷം ഒന്നോളൂ മരണപ്പെട്ടു പോയെങ്കിൽ ഒരു സാമാന്യക്കാരനായ ഒരു മുഹമ്മദ്. അപ്പൊ സഫർക്ക് വിളിച്ചു പോകുമെണ്ടെങ്കിൽ ആള് ഞങ്ങ റൂം എന്തിനെ സെലക്ട് ആക്കിയ ആ സെലക്ട് ആക്കിയത് അനുസരിച്ചിട്ടുള്ളെങ്കത്തെ ആൾമാരായിട്ട് ആ ടൈപ്പിലായിട്ട് ബണ്ട് നല്ല റൂം സെലക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൈലിൽ നല്ല ആൾമാർ ബന്ധു നിങ്ങളെ വെൽക്കം ആക്കിയിട്ട് നല്ല റൂം വിളിച്ചുകൊണ്ട് പോണ്ടാറ്. അല്ല നിങ്ങൾ പിന്നൊരു ടൈപ്പിലെ റൂം സെലക്ട് ആക്കിയിട്ടുണ്ടായെങ്കിൽ അത് ആ ടൈപ്പിലെ ആൾമാർ ബന്ധെടുത്ത് പോണ്ടാറ്. അപ്പോൾ ഏത് ഞങ്ങൾ ബുക്കാക്കിയ സഫരി ബഴി വിദൂരമായ സഫർ പോകുന്നു. പിന്നെ ആ സഫറിൽ പോയിട്ട് കുറേ നീണ്ട് കൈക്കാൽ പച്ചവും. പിന്നെ അവിടെ പോയി ക്യൂ നിണ്ടെങ്കിൽ ആ നിൻ്റെ അവിടെ ഒരു കാൽ ബച്ചിട്ട് പിന്നെ ഒരു കാലിൽ നിൽക്കുകയാവില്ല. ഇഞ്ഞ ബച്ചിട്ട് വന്നിട്ട് അഞ്ഞ പോയിട്ട് മതിൽ ചായകാവില്ല. അഞ്ഞ കുറിസ്തറിൽ പോകുന്ന നടന്നുമ്പോൾ കുറിച്ച് കേൾക്കുകയാവില്ല. പിന്നെ ഒരു കാലിങ്ങനെ നിന്നെങ്കിൽ തെൽക്കാലി എതിർ പിറവാക്കി വയ്ക്കാവും. നിൻ്റെ നിപ്പിൽ നിൽക്കണം അവിടെ. അപ്പോൾ കുറേ നിൽക്കുകയുമുണ്ടു, പിന്നെ കുറേ താങ്ങാവുമുണ്ടു, പിന്നെ കുറേ ബെയിലടിയുമുണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാക്കണം ബറാബരത്തിൽ കിടന്നിട്ടുള്ള റെസ്റ്റെല്ലാം എടുത്തിട്ട് റാഹത്തും പോലെ റെസ്റ്റ് എടുത്തിട്ട് പോകണേ റൂമുള്ളൂ. അപ്പോൾ പിന്നൊരു ടൈപ്പിൻ്റെ റൂമായെങ്കിൽ അതുക്കും ആവില്ല. രണ്ട് ഓപ്ഷനുമില്ല. അപ്പോൾ ഏത് റൂം സെലക്ട് ആക്കുക?
ഏത് റൂമാവും? തമീമിക്ക് ഏത് റൂമാവും? ജണ്ടിൽ ഏത് റൂം സെലക്ട് ആക്കിയാറ്? ഫസ്റ്റ് റൂമാ, നല്ല റൂമാ, നല്ല കുറവിൻ്റെ റൂമാ? നമ്മൾ സഫർ പോകണ്ട, പോയിട്ടാകുമ്പോൾ തുറന്ന് പല ടൈപ്പിൻ്റെ റൂമിൽ കീസിൽ പൈസ ഇല്ല, ചില്ലറില്ലേ, ആ ശരി അവിടെ കൊതു കൊതു ഇക്കടി ഈ ബാങ്ക് കെട്ട് അല്ലേ, എനിക്ക് വലിയ വിഷയമല്ല, അതെല്ലാം ടെസ്റ്റ് എടുക്കുമല്ലേ, ഏതുമാവും അല്ല പല സൈഡിലുമാവും, ഞാൻ കിടന്നോളാം അല്ലേ. അങ്ങനത്തെ വ്യവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ രണ്ടേ ടൈപ്പില്ലേ, ഒന്ന് ഭയങ്കര കൂരിരുട്ടുള്ളെങ്കത്തെ ചിമ്മയുടെ റൂം, പേടിപാട്ടെങ്കിൽ തൊറാളും, ഭീകരമായ ജീവികളും ഭയങ്കരമായ ശിക്ഷകളും, ചിലപ്പോൾ ആ റൂമിൻ്റെ മതിൽ ഭയങ്കര മുട്ട, ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിക്കാവലുണ്ട്, അപ്പോൾ തടിയുള്ള പൊടിയാവും, ബൊബ്ബയിടണാവും, പേടിക്കണാവും, അട്ടഹസിക്കണാവും. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇടിക്കട അവിടെ ഇല്ല. പിന്നെ റൂം നല്ല വ്യവസ്ഥ ഇല്ല അല്ലേ. ഈ ജണ്ടിൽ ഏതായിട്ട് നിങ്ങൾ സെലക്ട് ആക്കി? അള്ളാഹു പിടിയുണ്ടു ഞങ്ങളെ ഇബാദത്തൊന്നും പോരാ, ഈ ഉമ്മത്തുക്ക് ആയുസ് വാരി കൊറോടിയല്ലേ, അതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയ. നിങ്ങൾ കുറഞ്ഞു പോകണ്ട, നിങ്ങൾ തെൽത്തെല്ലാക്കിയെന്ന ബറാബരി തന്നെ മാത്രം ആ തെൽത്തെല്ലാക്കുറഞ്ഞു അല്ലേ. 300 കാലഘട്ടത്തിൽ 1000 വർഷം ജീവിച്ചാലും 800 വർഷം ജീവിച്ചാലും വിഷയമൊക്കെ കേട്ട് നിങ്ങൾ ടെൻഷൻ ആക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയെങ്കിൽ ചൊരിയെ കിട്ടും, ബറാബരി കിട്ടും, ലോഡ് കണക്കിൽ പ്രതിഫലം കിട്ടും. നിങ്ങൾക്കൊരു ഇൽമുടെ മജ്ലിസ് പോയി ചെമ്മയോ, നിങ്ങൾക്ക് വേറെന്തും വേണ്ട, പല ഉമ്മത്തിങ്ങളെക്കാണ്ട് നിങ്ങൾക്ക് ഭയങ്കര മഹത്വം തന്നെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പല ഉമ്മത്തിങ്ങ ഒരു വിഷയ ആക്കും നിശ്ചിത്തത ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് പ്രതിഫലം പാസ്സായിട്ടേ. റമദാനിൽ നാണ് ഇത്ര കത്തുമോന്നു ഇങ്ങനെ എന്തെങ്കിലും എങ്കിൽ പിന്നെ ഞാൻ ഭയങ്കര ആക്കണം നിശ്ചയമയോ ആ സോറ ആക്കിയത് റിപ്പോർട്ട് എഴുതിയിട്ട് പ്രതിഫലം പാസ്സായിട്ടേത്, ബില്ല് പാസ്സായിട്ടേ. നിന്റെ ദുനിയാവിടെ ഗവൺമെൻറ് ബില്ല് പോലെ ഓഫീസ് നലിപ്പാട്ട് എന്തില്ല, നീയത്താക്കുമ്പോഴത്തേക്ക് ഫലം അമൽ ആഗ്രഹിക്കുന്ന ഒന്നുപോലെ ബില്ല് പാസ്സായിട്ടേ. ഇത്ര ഓഫർ തന്നെ. സാധാരണ നരകത്തെ വിഷയമെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾമാരിൽ ചൊല്ല, എന്ത് കഠിനമായ ശിക്ഷ, ഇങ്ങനെയുള്ള ശിക്ഷ ഉണ്ട് നരകത്തിൽ. ഇത്രയെല്ലാം ആക്കിയിട്ട് കൊണ്ട് ആ നരകത്തിറ്റമയോ ഇത്രയെല്ലാം തന്നിട്ടും പോകണം നരകത്തേ പോണ്ടേ ചെന്നിട്ട് ഹട്ട പിടിച്ചിട്ട് പിന്നെ ഓടിയിട്ട് അത് മയ്യയില്ല എൻ്റെ അല്ലേ ചൊല്ലി ബുദ്ധിന്ന് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഓഫറുകൾ ബറാബരി ഉണ്ട്. റജബുണ്ട്, ഷഅബാനുണ്ട്, റബീഉൽ അവ്വലുണ്ട്, മുഹറമുണ്ട്, റമളാനുണ്ട്, ശവ്വാലുണ്ട്, ദുൽഹിജ്ജ ഉണ്ട്. എത്ര പോരിശയാകപ്പെട്ടെങ്കിൽ സമയമുണ്ട്, നാളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ മാത്രം റജബയിൽ അത് പോയിട്ട് ഷഅബാനാണ് അത് പോകണ്ടു, റമദാൻ പണ്ട് പോകണ്ടു. ഏറ്റവും പേടിക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇടിക്കടി ഇമാമിങ്ങ ചൊന്നത് എന്തിരേ, അള്ളാഹു ഒരാളുടെ കൈവിട്ടിട്ടില്ല ചൊല്ലതിരെ ലക്ഷണം ഇടിക്കരുത്. നല്ല നാളായെങ്കിൽ നല്ല സന്ദർഭങ്ങളായെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൽക്കർമ്മങ്ങൾ ബറാബരി ആക്കുക ആവും. അള്ളാഹുടെ കൈവിട്ടണം കണക്കിലെടുത്തിട്ടില്ല വിട്ടുപോട്ട് പോട്ടെ മറ കെട്ടിട്ട് വിട്ടുവിട്ടതുണ്ടായെങ്കിൽ നല്ല നാൾ വരുമ്പോൾ നല്ല തിങ്കൾ വരുമ്പോൾ അവനക്ക് നല്ല സൊറാക്കുക ആവില്ല. അതെങ്ങനെ മാറ്റിന്ന് പോയിട്ട് വിഷയമേ പിടിയാവില്ല. ഞങ്ങൾ ബിസിയായിട്ട് അത് പോയിട്ടിക്കരുത്. ഇങ്ങനെ ആയിടെങ്കിൽ അത് കൈവിട്ടതിരടയാളാണ്. ഇപ്പം ഞാൻ കേൾക്കുന്നത് ഞങ്ങൾ ജണ്ടിൽ ഏത് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾ എക്സാമ്പിൾ ഞങ്ങൾക്ക് കുന്തില്ല, ഞാൻ ഏത് ചെന്ന് സെലക്ട് ആക്കൂ. എൻ്റെ ഉള്ള കൈവിട്ടണ അത് എൻ്റെ വിജയിയായ കൂട്ടത്തിൽ പെടുത്തിരണ. അപ്പോൾ ഊടെ ഞങ്ങൾ എന്തിനാക്കുകൊള്ളേ ഒരു മഹത്തരമായ ഒരു പണിയേറ്റിക്കുള്ള സഫർ, വിദൂരമായ സഫർ. ആ സഫറിൻ്റെ ഇടലുറുമൊത്ത് പോകുന്നു. ഒരു റൂമിൽ കുറേ നാൾ താമസിക്കൊണ്ടു. ആ റൂമിൽ താമസിക്കുന്നതിற்கு മുന്നോലായിട്ട് ആ റൂമിൽ ഞങ്ങൾ കടത്തു. ഞങ്ങൾ നല്ല ഫ്രഷ് ആക്കിയിട്ടുള്ള കടത്തറാർ സഫർ പോകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാളെ കാശ്മീരത്ത് പോകുന്നു, അല്ലെങ്കിൽ വേറെ ബാംഗ്ലൂർ പോകുന്നു, അല്ലെ ബേബി കുളിച്ചിട്ട് റെഡിയായിട്ട് നല്ല ഡ്രസ്സെല്ലാം ഇസ്തിരിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കമ്മണത്തെല്ലാം സ്പ്രേ എല്ലാം അടിച്ചിട്ട് കമ്മനാക്കി ഞങ്ങൾ പോണ്ട. പെട്ടെന്ന് ഞങ്ങൾ പോയിട്ട് അവിടെ പിന്നെ റിട്ടേൺ ബണ്ട കൊറിയ നാളത്ത് അല്ലേ, അത് സിമ്പിൾ കുലിയെല്ലാം ഇട്ട് ബണ്ട. പക്ഷെ ഇതല്ലല്ലോ ബറാബരി പോകുള്ള സഫർ, ഭയങ്കരമായ സഫറല്ലേ. അങ്ങനെ ഇതിൽ ആൾമാർ ഗണ്ടകെട്ടല കുലിപ്പാട്ടാറ്. വേണ്ടപ്പെട്ടങ്ങളെ വന്നിട്ട് ഒരു ഗണ്ട നാറ മുക്കാ നാറ കുലിപ്പാട്ടാറ്. അങ്ങനെ കുലിപ്പാടിത്ത് ഭയങ്കര തേച്ചിത്തും കമ്മനാക്കിത്തും കുലിപ്പാടിത്ത് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പിന്നെ കമ്മനാക്കിയിട്ട് കണ്ണ് സുർമയിട്ടിട്ട് മിസ്വാക്കാക്കിത്ത് കമ്മനെടുത്തെല്ലാം ബീർക്കിത്ത് ഇടി ആവുക. ആ കമ്മണിനൊരു 1 വാരം 7 നാൾ 40 നാൾ തോൽ മൗത്തുള്ളൂ ആ കർപ്പൂരത്തെ സ്മെല്ല് പോവാത്ത പോലെ അത്ര കമ്മനാക്കിയിട്ട് എല്ലാം ചന്താക്കി കുലിപ്പാടിയിട്ട് എല്ലാം പൊയിഞ്ഞിട്ട് വന്നാക്കിയിട്ട്
ഗാഡിയിൽ കടത്തി കൊടുക്കുക. ഇവിടെ ബഈദായ സഫർ, വിദൂരമായ സഫർക്ക് ഞങ്ങളെ ബീൾക്കൊടിക്ക് ആക്കട. അങ്ങനെ ഒരു സഫർ പോകണ്ടു അല്ലേ? ആ സഫർ പോകുമ്പത്തു എല്ലാവരും ഒದ್ದಾക്കിക്കൊണ്ട് പോകണ്ടു. ഒದ್ದಾക്കി പോയിട്ട് ഞങ്ങൾ റൂമിಗೆ ತೋಟ. ರೂಮ್ ಮಾತ್ರ ನೀ ಸೆಲೆಕ್ಟ್ ಹಾಕಿ ರೂಮ್, ನಾನು ಸೆಲೆಕ್ಟ್ ಹಾಕಿ ರೂಮ್, ನಾ ബുക്ക് ആക്കിയ റൂം. ഞാൻ എന്തിനാ ബുക്കാക്കി വെച്ചിരുന്നു എൻ്റെ ലൈഫിൽ, എൻ്റെ ഹയാത്ത് കാലത്ത് ആ റൂം. പിന്നെ അവിടെ പോയി ചേഞ്ച് ആക്കുന്നുണ്ടാവില്ല. എന്തിനെങ്കിൽ ഇപ്പം ചേഞ്ച് ആക്കണം, ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പിന്നൊന്ന് സെലക്ട് ആക്കിയിട്ട് നിങ്ങൾ ചേഞ്ച് ആക്കാം. അത് ബിൽച്ചു പോകാൻ ആൾ ബണ്ടല്ലേ, ആ ബിൽച്ചു പോകേണ്ട ആൾ ബണ്ടിക്ക് മുന്നോളൂ ಬೇಗ ಸೆಲೆಕ್ಟ್ ಆಗಿ വെച്ചോളൂ. എന്തിനെങ്കിൽ സെലക്ട് ആക്കിയത് അഭിപ്രായമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ചേഞ്ച് ആക്കും ഓപ്ഷനുണ്ട് അല്ലേ? ചില റൂമെല്ലാം